ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് മുന്തിരി കൊണ്ടിട്ടുള്ള ഒരു വൈനാണ്. എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ്. ഈ ഒരു വൈൻ റെസിപ്പി പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, എങ്കിലും സാരമില്ല, നമുക്ക് ന്യൂ ഇയറിന് വേണ്ടി ഉണ്ടാക്കി വെക്കാം. വെറും 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വൈൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. 1/2 കിലോ മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 300 ഗ്രാം പഞ്ചസാരയും 5 എണ്ണം വീതം വെച്ച് ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ 3 ലീഫ് സ്റ്റാർ അനൈസ് അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 2.5 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അലൂമിനിയം പാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഒന്നും ചെയ്യാൻ പാടില്ല. നല്ല വൃത്തിയുള്ള സ്റ്റീൽ പാത്രത്തിൽ വേണം അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കറിയൊന്നും എടുത്ത പാത്രം ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുന്തിരി നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുമ്പോൾ നമുക്കൊരു തവി ഉപയോഗിച്ചിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കണം. മുന്തിരി എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് കംപ്ലീറ്റ് തണുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഞാനിതിൽ ആദ്യമേ തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ, അതായത് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വൈനിലേക്ക് വേണ്ട ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ തിളപ്പിച്ച് ആറിയ വെള്ളം കേട്ടോ, ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായി കിട്ടും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ ഒരു മിക്സ് നമുക്ക് മുന്തിരി വൈനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. എനിക്ക് കിട്ടിയത് നല്ല കളറുള്ള മുന്തിരിയാണ്, അതുകൊണ്ട് ഞാൻ കളറിന് വേണ്ടി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. കളറില്ലാത്ത മുന്തിരിയാണെന്നുണ്ടെങ്കിൽ മുന്തിരി തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ ഒരു കഷ്ണം ബീട്രൂട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ബീട്രൂട്ടിൻ്റെ കളർ കൂടി ഈ ഒരു വൈനിന് കിട്ടും. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു ഭരണിയിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലേക്കോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് ജാറാണ്. അപ്പോൾ ഒഴിക്കുമ്പം ഫുള്ളായിട്ട് ഒഴിക്കരുത്. ഒന്നില്ലെങ്കിൽ 3/4 ഭാഗത്തോളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ 1/2 ഭാഗത്തോളം ഉണ്ടായുള്ളൂ. അപ്പം ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗ്ലാസ് ജാറിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്ലാസ് ജാറിൻ്റെ മൂടി കൊണ്ട് മൂടിയിട്ട് ഒരു വെള്ള തുണി കൊണ്ട് അധികം ടൈറ്റ് ഇല്ലാതെ നമുക്കിതൊന്ന് കെട്ടിവയ്ക്കണം. കാരണം ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് എയർ ഫ്ലോ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ടൈറ്റ് അല്ലാണ്ട് ഒന്ന് കെട്ടിവെച്ചാൽ മതിയാകും. ഈ ഒരു ഗ്ലാസ് ജാറ് ഇരുട്ടുള്ള മുറിയിലോ അലമാരയിലോ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ വൈൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കെട്ടൊക്കെ അഴിച്ച് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഈസ്റ്റ് ഇട്ടത് കൊണ്ട് പൊങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ വൈനിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്ലാസ് ജാറിലാണെങ്കിലും അതുപോലെ തന്നെ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവിയിലാണെങ്കിലും വെള്ളമയമൊന്നും പാടില്ല. ഞാനപ്പോൾ എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമയം മാറ്റിയിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ മുന്തിരിയുടെ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, നല്ലൊരു വൈൻ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്കിത് മൂടിയിട്ട് വെള്ള തുണി കൊണ്ട് തന്നെ കെട്ടി മൂടി വെക്കാം. തലേദിവസം നമ്മൾ എങ്ങനെയാണോ കെട്ടിവെച്ചത് അതുപോലെ തന്നെ ചെറുതായിട്ട് അയഞ്ഞ രീതിയിൽ വേണം കെട്ടിവെക്കാനായിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് കെട്ടിയിട്ട് സെയിം അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കാം. രണ്ടാമത്തെ ദിവസം സെയിം പ്രോസസ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സെയിം അതേ ഒരു ടൈമിൽ തന്നെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കെട്ടൊക്കെ അഴിച്ചിട്ട് ഒന്നുകൂടെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. വൈൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ നമുക്ക് കവർ ചെയ്ത് കെട്ടി സെയിം പ്ലേസിൽ തന്നെ കൊണ്ടുവയ്ക്കാം. രണ്ടാമത്തെ ദിവസം മൂടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു സ്പൈസസിൻ്റെയും മുന്തിരിയുടെയൊക്കെ തന്നെ. 1/2 കിലോ മുന്തിരിക്ക് 250 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു മിനിമം മധുരമാണ്. അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർക്ക് 300-400 ഗ്രാം വരെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1/2 കിലോ മുന്തിരിക്ക് 1/2 കിലോ തന്നെ പഞ്ചസാര എടുത്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. 2 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തു. 3-ാമത്തെ ദിവസം നമുക്ക് ഈ ഒരു വൈൻ ഉപയോഗിക്കാവുന്നതാണ്. വൈൻ ഉണ്ടാക്കിയിട്ട് 3-ാമത്തെ ദിവസമാണിത്. ഇനി ഈ വൈൻ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അരിപ്പ ഉപയോഗിക്കാം. ആദ്യം നമുക്ക് അരിപ്പയിലൂടെ അരിച്ചിട്ട് പിന്നീട് വെള്ള ക്ലോത്ത്, അതായത് നല്ല കോട്ടൻ്റെ തുണി ഉണ്ടാകുമല്ലോ, അതിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അരിപ്പ എടുക്കുമ്പോഴും ചെറിയ ദ്വാരമുള്ള അരിപ്പ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ നമുക്കത് ഒരുവിധം നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുന്തിരി പ്രസ് ചെയ്യരുത്. കാരണം ഓൾറെഡി മുന്തിരിയുടെ എല്ലാ സത്തും ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്തിരിയുടെ മട്ടി കൂടുതലായിട്ട് അടിഞ്ഞു ചേരും. അരിച്ചെടുത്ത മുന്തിരി വൈൻ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റിക്കൊടുക്കാം. കുപ്പി ഇതേപോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി വൈൻ 3 ദിവസം കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ കുപ്പി അനക്കാതെ 1 മാസം ഇതുപോലെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വൈൻ തന്നെ കിട്ടും. അതിനൊന്നും ഞാൻ വെക്കുന്നില്ല, ഞങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തു. നല്ല ടേസ്റ്റി ആയിരുന്നു വൈന്.
നമ്മളത് കുടിച്ചപ്പോഴത്തേക്കും തന്നെ പോകുന്ന വഴിയൊക്കെ നന്നായിട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇന്ന് തന്നെ വൈൻ റെഡിയാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ ന്യൂ ഇയറിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് വൈൻ സെറ്റാക്കി എടുക്കാം. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക്